അങ്ങനെ ഞാനും ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഡെസേർട്ട്. അതിന് കുറച്ച് 2-3 ബ്രെഡ് വേണം, കുറച്ച് ബട്ടർ, കുറച്ച് പാല്, പിന്നെ ഒരു പഴം, മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പാലിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് അതൊന്ന് കുറച്ച് വറ്റിച്ചെടുത്താൽ മതി. അതും അല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി പാലിനകത്ത് മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ പാൻ ഒന്ന് ചൂടാക്കി അതിനകത്ത് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് 2 സൈഡിലും ബട്ടറൊക്കെ ഒന്ന് തേച്ച് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ 2 സൈഡും ടോസ്റ്റ് ചെയ്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു നല്ല പഴുത്ത പഴം എടുത്താൽ ടേസ്റ്റ് കൂടുന്നതായിരിക്കും. വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ വട്ടത്തിലരിഞ്ഞ് 2 സ്ലൈസിൻ്റെ മുകളിലായിട്ട് പഴങ്ങൾ നിരത്തി വെക്കുക. അടുത്തതായിട്ടൊരു ഫോക്ക് എടുത്തിട്ട് നമുക്ക് ആ പഴം അങ്ങ് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രെഡിൻ്റെ പുറത്തായിട്ട് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. അങ്ങനെ 3ാമത്തെ ബ്രെഡും അതിൻ്റെ മേളിൽ വെച്ചതിന് ശേഷം പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചേക്കുന്നത് ഇതിൻ്റെ പുറത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് പതിയെ ബ്രെഡിനകത്ത് അബ്സോർബ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചുകൊണ്ട് കുറേശ്ശെ നമ്മൾ അതിൻ്റെ ബ്രെഡിൻ്റെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രെഡ് അങ്ങ് ഫുൾ നല്ലപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ സൂക്ഷിച്ച് 2 സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് പതിയെ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് അതിൻ്റെ പുറത്തൊന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറൊക്കെ അതിൻ്റെ പുറത്ത് വിതറി കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും ഫസ്റ്റ് ടൈം ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. എന്തായാലും അടിപൊളി ഡെസേർട്ടായിരുന്നു. എനിക്ക് കഴിച്ചപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഡെസേർട്ട് കഴിക്കാൻ തോന്നുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.